ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ സ്റ്റാഫിംഗ് എന്നുള്ള ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് എത്താണ്. ട്രെയിനിങ് എന്നുള്ളതാണ് നമ്മുടെ ഇന്ന് ചർച്ച ചെയ്യുന്ന ടോപ്പിക്. സ്റ്റാഫിങ്ങിൻ്റെ ആ 3 ആസ്പെക്റ്റുകൾ, 3 എലമെൻറ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, ട്രെയിനിങ്. അതിൽ റിക്രൂട്ട്മെൻറ്റ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. സെലക്ഷൻ, അതിൻ്റെ സ്റ്റെപ്പുകൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ട്രെയിനിങ്. എന്താണ് ട്രെയിനിങ് എന്നുള്ളതാണ്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, അങ്ങനെയാണ് പറയുക. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. എന്താണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്? നിങ്ങൾക്ക് എല്ലാവർക്കും ട്രെയിനിങ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ പിക്ചറുകൾ നോക്കി അറിയാം. ട്രെയിനിങ് ഒരു എംപ്ലോയിക്ക് ഒരു പ്രത്യേക അറിവ് എന്ത് ചെയ്യണം, ഒരു സാങ്കേതിക വിദ്യയിലൂടെയോ അല്ലെങ്കിൽ ഒരു കോഴ്സായിട്ട് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുക, ഇമ്പാർട്ടിങ് നോളജ്. അതാണ് ഫോർമലി ഇമ്പാർട്ടിങ് നോളജ് ടു എംപ്ലോയീസ് ആർ കോൾഡ്, വി ക്യാൻ സേ ദിസ് ട്രെയിനിങ്. അവർക്ക് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു അറിവ് പകർന്നു കൊടുക്കുക, അവരുടെ ജോലി എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി ഒരു അറിവ് പകർന്നു കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ട്രെയിനിങ് എന്ന് പറയുക. അപ്പോൾ ആ പിക്ചറിൽ നിന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും. അതിൽ മിലിറ്ററി പേഴ്സൺസിൻ്റെ ട്രെയിനിങ്, അതേപോലെ ഒരു ട്രെയിനിങ് ഹാളിൽ നിന്നുകൊണ്ടുള്ള ഒരു ലെക്ചറിങ്, അതേപോലെ പ്രാക്ടിക്കലായിട്ട് പിന്നെ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രെയിനിങ്. അതിൻ്റെ ചിത്രങ്ങൾ നിങ്ങൾ കാണുമ്പോൾ എന്താണ് ട്രെയിനിങ് എന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പോൾ ട്രെയിനിങ് എന്താണെന്ന് അവിടെ കൃത്യമായിട്ട് പറയുന്നു. ട്രെയിനിങ് ഈസ് ആൻ ഓർഗനൈസ്ഡ് ആക്ടിവിറ്റി ഓഫ് ഇൻക്രീസിംഗ് ദ നോളജ് ആൻഡ് സ്കിൽ ഓഫ് എംപ്ലോയീസ് ഫോർ പെർഫോമിംഗ് എ പർട്ടിക്കുലർ ജോബ്. അപ്പോൾ ട്രെയിനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഓർഗനൈസ്ഡ് ആക്ടിവിറ്റി ഫോർ ഇൻക്രീസിംഗ് ദ നോളജ് ആൻഡ് സ്കിൽ ഓഫ് എംപ്ലോയി ഫോർ പെർഫോമിംഗ് എ പർട്ടിക്കുലർ നോളജ്. ഒരു നിശ്ചിത ജോലി ചെയ്യുന്നതിന് വേണ്ട ജോലിക്കാരുടെ അഭിരുചി, വൈദഗ്ധ്യം, കാര്യശേഷി എന്നിവ വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് പരിശീലനം എന്ന് പറയുന്നത്. ഒരു നിശ്ചിത ജോലി ചെയ്യുന്നതിന് വേണ്ട ജോലിക്കാരുടെ അഭിരുചി, വൈദഗ്ധ്യം, കാര്യശേഷി എന്നിവ വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്, പരിശീലനം എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യുന്നു, അത് ജോലിക്കാർ ഇപ്പോൾ ചെയ്യുന്ന ജോലിയെ മെച്ചപ്പെടുത്തുകയും ചെയ്യാൻ പോകുന്ന മറ്റൊരു ജോലിക്കും അവരെ അനുയോജ്യരാക്കുകയും ചെയ്യുന്നു. ട്രെയിനിങ് ഈസ് ആൻ ഓർഗനൈസ്ഡ് ആക്ടിവിറ്റി ഓഫ് ഇൻക്രീസിങ്, വർദ്ധിപ്പിക്കുക, ദ നോളജ്, അറിവ്, ആൻഡ് സ്കിൽ, കഴിവ്, ഓഫ് ആൻ എംപ്ലോയി ഫോർ പെർഫോമിംഗ് എ പർട്ടിക്കുലർ ജോബ്. ഒരു നിശ്ചിത ജോലി ചെയ്യുന്നതിന് വേണ്ടി ആ എംപ്ലോയിയുടെ കഴിവിനെയും അറിവിനെയും വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഓർഗനൈസ്ഡ് ആക്ടിവിറ്റിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രെയിനിങ് കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും, ആ വ്യക്തിക്ക് ഒന്നുകൂടി ആ ജോലി ചെയ്യാനുള്ള ഒരു കഴിവ് അധികമായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇനി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ട്രെയിനിങ്ങിലൂടെ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന ഓവറോൾ ഗ്രോത്തിനെയാണ്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അയാൾക്ക് പിന്നെ ഒരു ഹയർ ജോബിലേക്ക് ഒരു ഹയർ ജോബ് ചെയ്യാനുള്ള ഒരു കഴിവ് ആർജിച്ചെടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയാ, ഡെവലപ്മെന്റ് എന്ന് പറയാം. അപ്പോൾ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് ത്രൂ ട്രെയിനിങ്ങിലൂടെയാണ്. Development enables the overall growth of an employee, thereby increasing his or her capabilities for accepting higher position in future. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഓവറോൾ ഗ്രോത്ത് ആണ്, ഒരു പിന്നെ എന്താ പറയുക, ടോട്ടൽ ഡെവലപ്മെന്റ് ആണ് ഒരു വ്യക്തിയുടെ. അത് എന്തിനു വേണ്ടി അയാളെ സഹായിക്കുന്നു, ഭാവിയിലെ പിന്നെ ഹയർ പൊസിഷൻസ്, ഹയർ റെസ്പോൺസിബിലിറ്റീസ് അതൊക്കെ ഏറ്റെടുക്കാനുള്ള ഒരു കഴിവുണ്ടാക്കിയെടുക്കുന്ന ആ ഓവറോൾ ഗ്രോത്തിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രെയിനിങ്ങും ഡെവലപ്മെന്റും എന്താ പറയുക, ഒരുമിച്ച് പോകുന്ന കാര്യങ്ങളാണ്. ട്രെയിനിങ്ങിലൂടെ ആണ് എന്തുണ്ടാക്കി എടുക്കുന്നത്, ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ട്രെയിനിങ് കറണ്ട് നോളജ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഡെവലപ്മെന്റ് ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഹയർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ടായി വരുന്ന ഒരു കഴിവിനെയാണ് ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി ഈ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് അത് ചില ബെനിഫിറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് ആ ബെനിഫിറ്റ്സ് നമുക്ക് രണ്ടായിട്ട് തന്നെ ക്ലാസിഫൈ ചെയ്യാം. ഒരു ആ സ്ഥാപനത്തിലെ എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ സ്ഥാപനത്തിന് അതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാം, അതേപോലെ എംപ്ലോയിക്ക് അതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാം, ഇത് രണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ ആദ്യം ഒരു എംപ്ലോയിക്ക് പിന്നെ കൃത്യമായി ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് ആ സ്ഥാപനത്തിന് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവുമെന്ന് നോക്കാം. നോക്കൂ, ട്രെയിനിങ് ഈസ് എ സിസ്റ്റമാറ്റിക് ലേണിംഗ് വിച്ച് ഹെൽപ്സ് ടു റെഡ്യൂസ് വേസ്റ്റേജ് ഓഫ് എഫേർട്സ് ആൻഡ് മണി. ട്രെയിനിങ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ചിട്ടയായ പഠനമാണ്. അത് എന്നുവെച്ചാൽ ഒരു വ്യക്തിക്ക് ട്രെയിൻഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി ട്രെയിൻഡ് ആണെങ്കിൽ വിച്ച് ഹെൽപ്സ് ടു റെഡ്യൂസ് വേസ്റ്റേജ് ഓഫ് എഫേർട്സ് ആൻഡ് മണി. അത് അയാൾക്ക് എന്തിനുള്ള കഴിവ് കൊടുക്കും, അയാൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അത് ഒട്ടും വേസ്റ്റേജ് ഇല്ലാതെ ഏറ്റവും ലോ കോസ്റ്റിൽ ഏറ്റവും നല്ല എഫേർട്ടിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ചെയ്ത് തീർക്കാൻ കഴിയും എന്നുള്ളതാണ് അവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ട്രെയിനിങ് ഹെൽപ്സ് ടു റെഡ്യൂസ് വേസ്റ്റേജ് ഓഫ് എഫേർട്സ് ആൻഡ് മണി.
പണത്തെയും എഫേർട്സിനെയൊക്കെ വേസ്റ്റ് ആക്കാതെ ഏറ്റവും ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യാൻ ട്രെയിനിങ് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത് എന്താണ് ഓർഗനൈസേഷനിലുള്ള നേട്ടം നോക്കൂ. ഇറ്റ് എൻഹാൻസസ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി ബോത്ത് ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി ക്വാളിറ്റി ലീഡിങ് ടു ഹയർ പ്രോഫിറ്റ്. അവിടെ നോക്കൂ, അത് എന്തിലേക്ക് നയിക്കുന്നു? എംപ്ലോയിയുടെ പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു. എന്തിലൊക്കെ? ബോത്ത് ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി, അളവിലും, ആൻഡ് ക്വാളിറ്റി, പിന്നെ ഗുണനിലവാരത്തിലും എന്തുണ്ടാവുന്നു? വർധനവ് ഉണ്ടാക്കുന്നു. ഈ ഗുണനിലവാരത്തിലും പിന്നെ അളവിലൊക്കെ വർധനവ് ഉണ്ടാകുമ്പോൾ ഇറ്റ്സ് ഓട്ടോമാറ്റിക്കലി ലീഡ്സ് ടു ഹയർ പ്രോഫിറ്റ്. ആ സ്ഥാപനം കൂടുതൽ ലാഭം നേടാൻ അത് സഹായകമാകുന്നു. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കൂ. ട്രെയിനിങ് എക്വിപ്പ് ദ ഫ്യൂച്ചർ മാനേജർ ഹു ക്യാൻ ടേക്ക് ഓവർ ഇൻ കേസ് ഓഫ് എമർജൻസി. ഒരു ട്രെയിനിങ് എന്തിനുള്ള കഴിവ് നൽകുകയാണ് ഒരു എംപ്ലോയിക്ക്? ടു അക്വയർ ദ എബിലിറ്റി ടു ടേക്ക് ഓവർ ദ പൊസിഷൻ ഓഫ് എ മാനേജർ. ഒരു ഭാവിയിൽ ഒരു മാനേജറായി മാറാനുള്ള ഒരു കഴിവ്, അതാണ് നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞത്. ആ ഡെവലപ്മെന്റ് അപ്പൊ ഇൻ കേസ് ഓഫ് എനി എമർജൻസി, സ്ഥാപനത്തിൽ പെട്ടെന്നൊരു മാനേജർ ഒരു ഒഴിവ് ആക്സിഡന്റലി സംഭവിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ നീ നെക്സ്റ്റ് മാനേജർ ആരാ, അല്ലെങ്കിൽ നീ എവിടുന്ന് ഒരു മാനേജറെ കിട്ടുമെന്ന് തപ്പി നോക്കേണ്ട, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു ടെൻഷന്റെ ആവശ്യം ആ സ്ഥാപനത്തിന് വരുന്നില്ല. കാരണം ട്രെയിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ്, മാനേജീരിയൽ കപ്പാസിറ്റി ഉള്ളവർ അവിടെ ഉണ്ടെങ്കിൽ അവരെ തന്നെ എന്ത് ചെയ്യാം? ആ മാനേജർ പൊസിഷനിലേക്ക് കൊണ്ടുവരാം. അതാണ് അവിടെ പറയുന്നത്, ട്രെയിനിങ് എക്വിപ്പ് ദ ഫ്യൂച്ചർ മാനേജർ ഹു ക്യാൻ ടേക്ക് ഓവർ ഇൻ കേസ് ഓഫ് എമർജൻസി. ഒരു ട്രെയിനിങ് എന്ത് ചെയ്യുന്നു? എംപ്ലോയീസിനെ ഒരു മാനേജീരിയൽ പൊസിഷനിലേക്ക് എത്തിക്കുന്നു. ഇൻ കേസ് ഓഫ് എമർജൻസി അവരെ നമുക്ക് എന്താക്കിയെടുക്കാം? മാനേജറാക്കി മാറ്റാം എന്നാണ് അവിടെ പറയുന്നത്. 4. ട്രെയിനിങ് ഇൻക്രീസസ് എംപ്ലോയി മൊറൈൽ ആൻഡ് റെഡ്യൂസസ് ആബ്സെന്റിസം ആൻഡ് എംപ്ലോയി ടേൺ ഓവർ. ഈ ട്രെയിനിങ് കൊടുത്തു കഴിയുമ്പോൾ അത് എംപ്ലോയി മൊറൈൽ, അയാളുടെ എങ്ങനെ പറയാം? എംപ്ലോയി മൊറൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മവീര്യം എന്ന് വേണമെങ്കിൽ പറയാം. അയാൾ ആത്മവീര്യം വർദ്ധിപ്പിക്കുന്നു. ആ ഒരു ജോലിക്കാരനുണ്ടായിരിക്കേണ്ട ഒരു ആത്മവീര്യം ട്രെയിനിങ് അയാൾക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് എന്തിനെ ഒഴിവാക്കപ്പെടുന്നു? ആബ്സെന്റിസം. അയാൾ ജോലിയിൽ വരാതെ ലീവ് എടുക്കുന്ന പ്രവണതയാണ് ആബ്സെന്റിസം എന്ന് പറയുക. ആ ആബ്സെന്റിസം കുറയ്ക്കാൻ കാരണം അയാൾ എന്താണ്? അയാളുടെ തൊഴിലിൽ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ജോബ് ചെയ്യുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആബ്സെന്റ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ആൻഡ് എംപ്ലോയി ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയി മാറുക, അടുത്ത എംപ്ലോയി വരിക, വീണ്ടും ആ എംപ്ലോയി പോവുക, അടുത്ത എംപ്ലോയി വരിക, അങ്ങനെ എംപ്ലോയീസ് അങ്ങനെ മാറുന്നതിനാണ് എംപ്ലോയി ടേൺ ഓവർ എന്ന് പറയുക. അപ്പോൾ ഇവിടെ പിന്നെ ട്രെയിൻഡ് എംപ്ലോയീസ് അല്ലാതെ ആത്മവീര്യം ലഭിക്കുന്നതിലൂടെ അവിടെ പെർമനന്റ് ആയിട്ട് സ്ഥിരമായിട്ട് നിൽക്കാൻ സഹായിക്കുന്നു. അത് ഓർഗനൈസേഷന് ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നു. ഇനി അടുത്ത് പറയുന്നു, ഇറ്റ് ഹെൽപ്സ് ഇൻ ഒബ്റ്റെയിനിങ് എഫക്റ്റീവ് റെസ്പോൺസ് ടു ഫാസ്റ്റ് ചേഞ്ചിങ് എൻവയോൺമെന്റ്, ടെക്നോളജിക്കൽ, എക്കണോമിക് എക്സെട്ര. നിങ്ങൾക്കറിയാം ഇന്നത്തെ കറണ്ട് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ചേഞ്ചിങ് ആണ്. ടെക്നോളജിയിലൊക്കെ പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. സാമ്പത്തിക രംഗത്തും ഇതേപോലെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഈ മാറ്റങ്ങൾക്കനുസരിച്ച് എംപ്ലോയീസിന് പെട്ടെന്നായിട്ട് അതിനുമായി പൊരുത്തപ്പെടണമെങ്കിൽ അവർക്ക് എന്ത് കൂടിയേ തീരുള്ളൂ? ട്രെയിനിങ് കൂടിയേ തീരുള്ളൂ. അപ്പോൾ ട്രെയിനിങ് കിട്ടിയ ഒരു എംപ്ലോയിക്ക് ഇത്തരം മാറ്റങ്ങൾക്കനുസരിച്ച് പെട്ടെന്ന് മാറാനും സ്ഥാപനത്തിന്റെ റൂട്ടീൻ വർക്കുകളൊക്കെ കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളത് അതൊരു സ്ഥാപനത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നു. ബെനിഫിറ്റ് ടു ദി ഓർഗനൈസേഷൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പാഴാക്കൽ കുറയ്ക്കുന്നു, ഉൽപാദനക്ഷമത കൂട്ടുന്നു, പിന്നെ ഭാവി മാനേജർമാരെ പ്രാപ്തരാക്കുന്നു, ജോലിയിൽ ഹാജരാകാതിരിക്കലും ജോലിയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കും കുറയ്ക്കുന്നു, പിന്നെ ഫലപ്രദമായ എഫക്റ്റീവ് റെസ്പോൺസ്, ഫലപ്രദമായ പ്രതികരണം. പരിശീലനം ലഭിച്ച ജോലിക്കാർക്ക് അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന സാങ്കേതികവും സാമ്പത്തികവുമായ പരിസ്ഥിതിയോട് ഫലപ്രദമായി പ്രതികരിക്കാൻ എന്ത് ചെയ്യുന്നു? സാധിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ട്രെയിനിങ്, ഒരു എംപ്ലോയീസ് എല്ലാം ട്രെയിൻഡ് ആണെങ്കിൽ അതുകൊണ്ട് സ്ഥാപനത്തിനുള്ള നേട്ടം എന്താണെന്നാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത്. ഇനി അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് എംപ്ലോയിക്ക് എന്ത് നേട്ടമാണ് എന്നുള്ളതാണ് നമുക്ക് പറയാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് നോക്കൂ, ഒരു എംപ്ലോയി ട്രെയിൻഡ് ആണെങ്കിൽ ആ ട്രെയിനിങ് ആ എംപ്ലോയിയെ ഏത് രീതിയിൽ അയാൾക്ക് നേട്ടം കൊടുക്കുന്നു എന്ന് നോക്കാം. ഇംപ്രൂവ്ഡ് സ്കിൽസ് ആൻഡ് നോളജ് ഡ്യൂ ടു ട്രെയിനിങ് ലീഡ് ടു ബെറ്റർ കരിയർ ഓഫ് ദി എംപ്ലോയീസ്. അപ്പോൾ ഈ ഇംപ്രൂവ്ഡ് സ്കിൽസ്, നോളജ്, ട്രെയിനിങ്ങിലൂടെ എംപ്ലോയിക്ക് എന്ത് കിട്ടുകയാണ്? ഇംപ്രൂവ്ഡ് സ്കില്ല് കിട്ടുകയാണ്, നോളജ് കിട്ടുകയാണ്. അത് അയാൾ എന്തിലേക്ക് നയിക്കും? ബെറ്റർ കരിയർ. അയാളുടെ തൊഴിലിന്റെ മേഖല അത് വർദ്ധിപ്പിച്ചെടുക്കാൻ അയാൾക്ക് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് പരിശീലനം വഴി ആർജിച്ച വൈദഗ്ധ്യവും അറിവും ജോലിക്കാർക്ക് കൂടുതൽ മെച്ചപ്പെട്ട തൊഴിൽ സാധ്യതകൾ പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരാൾക്ക് തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നു ഈ ട്രെയിനിങ്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ്, ഇൻക്രീസ്ഡ് പെർഫോമൻസ് ബൈ ദ ഇൻഡിവിജ്വൽ ഹെൽപ്പ് ഹിം ടു ഏൺ മോർ. നോക്കൂ, ഒരു ട്രെയിൻഡ് എംപ്ലോയി ആണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അയാൾക്ക് പിന്നെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ കഴിയും.
ആ പ്രൊഡക്ടിവിറ്റിക്ക് അനുസരിച്ച് അയാൾക്ക് വേതനം ലഭിക്കുമ്പോൾ, റെമ്യൂണറേഷൻ ലഭിക്കുമ്പോൾ അയാൾക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ കഴിയുന്നു, ഏൺ ചെയ്യാൻ, സമ്പാദിക്കാൻ കഴിയുന്നു എന്നുള്ളത് രണ്ടാമത്തെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ബെനിഫിറ്റ് ആയിട്ട് പറയുന്നു. മൂന്നാമത് പറയുന്നു ട്രെയിനിങ് മേക്ക് ദ എംപ്ലോയി മോർ എഫിഷ്യന്റ് ടു ഹാൻഡിൽ മെഷീൻ ദസ് ലെസ് പ്രോൺ ടു ആക്സിഡന്റ്. ട്രെയിനിങ് എന്തിനെ സഹായിക്കുന്നു? ഡേഞ്ചറസ് ആയിട്ടുള്ള മെഷീൻസ് ഒക്കെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ ആരെ സഹായിക്കുന്നു? എംപ്ലോയിയെ സഹായിക്കുന്നു. ആ ട്രെയിനിങ്ങിന്റെ ആ കഴിവ് ആ എംപ്ലോയിക്ക് എന്ത് കുറയ്ക്കുന്നു? ആക്സിഡന്റോ അപകട സാധ്യതകൾ കുറയ്ക്കാനും സഹായിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. നാലാമത്തെ പോയിന്റ് പറയുന്നു ട്രെയിനിങ് ഇൻക്രീസസ് ദ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് മൊറൽ ഓഫ് എംപ്ലോയീസ്. അവിടെ ട്രെയിനിങ് കിട്ടിയ ഒരു എംപ്ലോയിയുടെ അവസ്ഥ എന്തായിരിക്കും? ഹി ഈസ് ആൾവേസ് സാറ്റിസ്ഫൈഡ് ഇൻ ഹിസ് വർക്ക്. അയാളുടെ വർക്കിൽ അയാൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അത് അയാളുടെ എംപ്ലോയി മൊറയിൽ ആത്മവീര്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും. തൊഴിൽ സംതൃപ്തിയും മനോവീര്യവും ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് എന്തെന്ന് പറയുന്നത്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് കൊണ്ട് ഒരു എംപ്ലോയിക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ട്രെയിനിങ്ങും ഡെവലപ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ ട്രെയിനിങ് എന്ന് കേൾക്കുമ്പോൾ ഇമ്പാർട്ടിംഗ് നോളജ് ആണ്, ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഓവറോൾ ഗ്രോത്ത് ആണെന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നോക്കാം. ട്രെയിനിങ് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻക്രീസ് ഇൻ നോളജ് ആൻഡ് സ്കിൽ. ഒരു എംപ്ലോയിയുടെ നിലവിലുള്ള അറിവും അയാളുടെ കഴിവും വർദ്ധിപ്പിക്കുന്ന പ്രോസസ്സാണ് ട്രെയിനിങ് എന്ന് പറയുമെങ്കിൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത്. ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന വികാസമാണ് ഇതെന്ന് പറയുന്നത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. പഠനത്തിന്റെയും വളർച്ചയുടെയും പ്രക്രിയയാണ് ഇതെന്ന് പറയുന്നത് ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ നോക്കൂ, ഇറ്റ് ഈസ് എനേബിൾ ടു ദ എംപ്ലോയി ടു ഡു ദ ജോബ് ബെറ്റർ. കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ജോലി ചെയ്യാൻ ജീവനക്കാരെ പ്രാപ്തരാക്കുന്നു ട്രെയിനിങ്. കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ജോലിക്കാരെ ജോലി ചെയ്യിക്കാൻ പ്രാപ്തരാക്കുന്നു ഈ ട്രെയിനിങ് എങ്കിൽ ഇറ്റ് ഈസ് ടു എനേബിൾ ദ ഓവറോൾ ഗ്രോത്ത് ഓഫ് ദി എംപ്ലോയി. ജോലിക്കാരുടെ മൊത്തത്തിലുള്ള വളർച്ച സാധ്യമാക്കുന്നു ഡെവലപ്മെന്റ്. 3, ഇറ്റ് ഈസ് എ ജോബ് ഓറിയന്റഡ് പ്രോസസ്. ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താണ്? ജോലിയെ ലക്ഷ്യമാക്കിയുള്ള പ്രക്രിയയാണ്. പിന്നെ ഡെവലപ്മെന്റ് ഇറ്റ് ഈസ് എ കരിയർ ഓറിയന്റഡ് പ്രോസസ്. കരിയറിനെ ലക്ഷ്യമാക്കിയുള്ള പ്രക്രിയയാണ് ഇതെന്ന് പറയുന്നത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക ട്രെയിനിങ് എന്താണ്, ഡെവലപ്മെന്റ് എന്താണ് എന്നുള്ളത്. ഇനി നമുക്കതിൽ പലതരം ട്രെയിനിങ്ങുകളെ കുറിച്ചാണ് പറയാനുള്ളത്. പലതരം ട്രെയിനിങ്ങുകൾ. അപ്പോൾ ഇതൊന്നും ഈ ടോപ്പിക് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് പരീക്ഷയ്ക്ക് പലതവണ ആവർത്തി ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു എംപ്ലോയിയെ ഒരു സ്ഥാപനത്തിലേക്ക് അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് 2 രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കാം. ഒന്ന്, ആ ജോലിയിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് ജോലി ചെയ്തുകൊണ്ട് ആ ജോലിയിൽ ഇരുത്തിക്കൊണ്ട് ട്രെയിനിങ് കൊടുക്കുക, വിച്ച് ഈസ് കോൾഡ് ഓൺ ദ ജോബ് ട്രെയിനിങ്. ജോലിയിൽ നിർത്തിക്കൊണ്ട് ജോലി അപ്പോയിന്റ് ചെയ്ത് ആ ജോലിയുടെ കൂടെ കൊടുക്കുന്ന ട്രെയിനിങ് ആണ് ഓൺ ദി ജോബ് ട്രെയിനിങ് എന്ന് പറയാം. ഓഫ് ദ ജോബ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്ത എംപ്ലോയിയെ ആക്ച്വൽ ജോലിയിലേക്ക് അപ്പോയിന്റ് ചെയ്യിക്കാതെ വേറെ ഔട്ട്സൈഡ് ദി ഓർഗനൈസേഷൻ ട്രെയിനിങ് നൽകി ആ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ജോലിയിലേക്ക് പ്രവേശിക്കുന്ന മെത്തേഡാണ് ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ജോലിയിൽ നിന്നുകൊണ്ട് നൽകുന്ന ട്രെയിനിങ്ങിനെ ഓൺ ദ ജോബ് മെത്തേഡ് എന്ന് പറയുന്നു. ജോലിക്ക് പുറത്ത് അല്ലെങ്കിൽ ഫാക്ടറിക്ക് പുറത്ത് ട്രെയിനിങ് നൽകുന്നതിന് എന്തെന്ന് പറയുന്നതോ എന്താണ് പറയുന്നത്? ഓഫ് ദ ജോബ് മെത്തേഡ് എന്ന് പറയാം. അപ്പം ഇനി നമുക്ക് നോക്കാം ഓൺ ദി ജോബ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെയാണ് അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം, 2 കോച്ചിങ്, 3 ഇന്റേൺഷിപ്പ് ട്രെയിനിങ്, 4 ജോബ് റൊട്ടേഷൻ. അത് വളരെ ഈസിയാണ്. ആ കേൾക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് എക്സാമ്പിളിലൂടെ നമുക്കത് വിശദമാക്കാം. ഇനി ഓഫ് ദി ജോബ് മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ക്ലാസ് റൂം ലെക്ചേഴ്സ് ആൻഡ് കോൺഫറൻസസ്. ക്ലാസ് റൂം ലെക്ചേഴ്സ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ട. നിങ്ങൾ എല്ലാവരും ക്ലാസ് റൂമിലിരുന്ന് ക്ലാസ് കേൾക്കുന്ന കുട്ടികളാണ്. അത് തന്നെയാണ് ക്ലാസ് റൂം ലെക്ചർ, ആ രൂപത്തിലുള്ള ട്രെയിനിങ്. ഫിലിംസ്, ഷോസ്, അതും ഇപ്പോൾ നിങ്ങൾക്ക് പരിചയമുണ്ട്. നിങ്ങളുടെ ക്ലാസ് റൂമുകളിൽ എന്തുണ്ട്? പ്രൊജക്ടറുകളുണ്ട്, ഷോസ് ഉണ്ട്, അത് നിങ്ങൾക്ക് കാണാറുണ്ട്. അപ്പോൾ അത് ഫിലിം ഷോസ്, നിങ്ങൾക്ക് ഒരു ആശയം മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്ന മറ്റൊരു മെത്തേഡ്. കേസ് സ്റ്റഡി, നിങ്ങൾ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഈ കേസ് സ്റ്റഡി കൈകാര്യം ചെയ്യേണ്ടി വരും. എന്താണ് കേസ് സ്റ്റഡി എന്ന് പറയാം? കമ്പ്യൂട്ടർ മോഡലിംഗ്, കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് മോഡലുകൾ തയ്യാറാക്കി ഒരു ട്രെയിനിങ് കൊടുക്കുക. വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്, ആ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അത് പരീക്ഷയ്ക്ക് എടുത്ത് ചോദിച്ചിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഞാനത് കൂടുതൽ അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ, പ്രോഗ്രാംസ്. അപ്പോൾ ഇത്രയാണ് ഓഫ് ദ ജോബ് മെത്തേഡ് ട്രെയിനിങ്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് എന്ത് ചെയ്യാം? പരിശോധിച്ച് നോക്കാം. ഈ 4 പിക്ചർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് അപ്രന്റീസ് പ്രോഗ്രാം, എന്താണ് കോച്ചിങ്, എന്താണ് ഇന്റേൺഷിപ്പ് ട്രെയിനിങ്, എന്താണ് ജോബ് റൊട്ടേഷൻ എന്ന് ആ പിക്ചറിൽ നോക്കിയാൽ മനസ്സിലാക്കാവുന്നതാണ്.
നോക്കൂ, അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം. ഞാനൊന്ന് ഹിന്റ് തരാം. ഒരു സ്കിൽഡ് വർക്കറുടെ കീഴിൽ നിന്നുകൊണ്ട് ജോലി പഠിക്കുന്ന രീതിയാണ് അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത്. നോക്കൂ, അവിടെ ഒരു മാസ്റ്റർ ഷെഫ്, ആ മാസ്റ്റർ ഷെഫിന്റെ കീഴിൽ നിന്നുകൊണ്ട് കുക്കിംഗ് പഠിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം. പിന്നെ നമ്മുടെ നാട്ടിൽ പയ്യന്മാരൊക്കെ പഠനം കഴിഞ്ഞാലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, വർക്ക്ഷോപ്പുകളിലൊക്കെ പോകാറുണ്ട്. വർക്ക്ഷോപ്പിൽ പോയി അവിടെ അവർ ആക്ച്വൽ വർക്ക് എടുക്കുകയാണ്, വർക്ക് എടുത്തുകൊണ്ട് ജോലി പഠിക്കുന്ന രൂപം, അതിനെയാണ് അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം എന്ന് പറയാം. ഈ അപ്രന്റീസ്ഷിപ്പുകൾ പലപ്പോഴും എന്ത് സംഭവിക്കാറ് വെച്ചാൽ അതിന്റെ കൂട്ടത്തിൽ എടുത്ത് പറയാനുള്ളത്, അവർക്ക് ശമ്പളമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ സ്റ്റൈപ്പൻഡ് അങ്ങോട്ട് കൊടുക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഫീസ് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. വർക്ക്ഷോപ്പിലൊക്കെ പോയാൽ ചെറിയ യാത്രാ ചെലവുകളൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ പണിയെല്ലാം പഠിച്ച് ജോലി തുടങ്ങുമ്പോഴേ അവർക്ക് ശമ്പളം കൊടുക്കാറുള്ളൂ. അത്തരം മെത്തേഡാണ് ഇതെന്ന് പറയുന്നത് അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം എന്ന് പറയാം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വയറിങ്, പ്ലംബിങ്, ഇതിനൊക്കെ കുട്ടികൾ പഠിക്കാൻ കൂടെ പോകാറുണ്ട്. അവർക്ക് പിന്നെ മുഴുവൻ വേജസ് കൊടുക്കാറില്ല. എന്ത് ചെയ്യാറുണ്ട്, ഹാർഡ് വർക്കിംഗ് ചെയ്യുന്നവർക്ക് ഒരു ചെറിയ ഒരു റെമ്യൂണറേഷൻ, ഒരു സ്റ്റൈപ്പൻഡ് പോലെയൊക്കെയാണ് കൊടുക്കാറുള്ളൂ. കോച്ചിങ്, കുട്ടികൾക്ക് കോച്ചിങ് എന്താണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒട്ടുമിക്ക ആൺകുട്ടികളും ഫുട്ബോൾ കോച്ചിങ് അങ്ങനെയൊക്കെ പോയിട്ടുള്ളവരാണ്. അങ്ങനെ മറ്റു പല കോച്ചിങ്ങുകൾക്കും ഒരു കോച്ചിന്റെ കീഴിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുക, അതിനാണ് കോച്ചിങ് എന്ന് പറയുന്നത്. പിന്നെ ഇന്റേൺഷിപ്പ് ട്രെയിനിങ്. ഇന്റേൺഷിപ്പ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഒരു പിന്നെ ബിസിനസ് ഓർഗനൈസേഷനും ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനും തമ്മിലൊരു ടൈപ്പ് ഉണ്ടാവും. നിങ്ങളിപ്പോൾ അവിടെ നോക്കൂ, അവിടെ പിന്നെ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഡോക്ടേഴ്സ് എന്ത് ചെയ്യാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ആ വർക്ക് നോക്കി കാണുകയാണ്, നോക്കി പഠിക്കുകയാണ്. അവർ പഠിക്കുന്നത് മെഡിക്കൽ കോളേജിലായിരിക്കാം. ആ മെഡിക്കൽ കോളേജിൽ എന്നിട്ട് ഹോസ്പിറ്റലിൽ അവരെന്ത് ചെയ്യാണ്, പ്രാക്ടീസിന് വന്നിരിക്കുകയാണ്. ഇതേപോലെ മാനേജ്മെന്റ് കോളേജുകളിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, വിദ്യാർത്ഥികളെ പഠനത്തിന്റെ കൂടെ തന്നെ ചില സ്ഥാപനങ്ങളിൽ ആക്ച്വൽ വർക്ക് ചെയ്യിപ്പിക്കാൻ വിടാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ട്രെയിനിങ് മെത്തേഡിനെയാണ് ഇന്റേൺഷിപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ജോബ് റൊട്ടേഷൻ. അപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് കാണാം, ഒരു ഹോസ്പിറ്റലിൽ ഒരു നേഴ്സ് ആണെങ്കിൽ ഒരാഴ്ച അയാൾ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ അടുത്ത ആഴ്ച ചിലപ്പോൾ എന്തായിരിക്കാം, പിന്നെ ഓർത്തോയിലായിരിക്കാം, അപ്പോൾ അതിൻ്റെ അടുത്ത ആഴ്ച മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലായിരിക്കാം. അങ്ങനെ അവർക്ക് എന്ത് ചെയ്യുന്നു, പിന്നെ എമർജൻസിയിൽ വരാം, ICUവിൽ വരാം, അതേപോലെ കാഷ്വാലിറ്റിയിൽ വരാം. അപ്പോൾ എല്ലാ മേഖലയിലും കുറേശ്ശെ ഡ്യൂട്ടി ഇട്ട് കൊടുക്കുമ്പോൾ ആ വ്യക്തിക്ക് എന്ത് ചെയ്യുന്നു, എല്ലാ കാര്യത്തിലും എന്തുണ്ടാവുന്നു, ഒരു അവയർനെസ് ഉണ്ടാവുന്നു. അപ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ ഏതൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെങ്കിൽ ഏതൊരു ജോലി ചെയ്യാനും അയാൾക്ക് കഴിവ് നേടിയെടുക്കാൻ കഴിയുന്നു. അത്തരത്തിലുള്ള ഒരു ട്രെയിനിങ് മെത്തേഡാണ് ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പിക്ചർ വെച്ചിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് 4 മെത്തേഡും പറഞ്ഞു കഴിഞ്ഞു തന്നു. ഇനി നിങ്ങൾക്ക് അതൊന്ന് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. നോക്കൂ, ആദ്യം പറയുന്നു അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം. ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്കിൽഡ് ആയിട്ടുള്ള വർക്കറുടെ കീഴിൽ നിന്ന് പണി പഠിക്കുന്നതിനാണ് അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം എന്ന് പറയാം. അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം പുട്ട് ദ ട്രെയിനിങ് അണ്ടർ ദ ഗൈഡൻസ് ഓഫ് എ മാസ്റ്റർ വർക്കർ. ഒരു മാസ്റ്റർ വർക്കറുടെ കീഴിൽ ട്രെയിനി ആയിട്ട് നിൽക്കുന്നു, എന്നിട്ട് പണി പഠിക്കുന്നു. ദീസ് ആർ ഡിസൈൻ ടു അക്വയർ ഹയർ ലെവൽ ഓഫ് സ്കിൽ. ഒരു നല്ല സ്കില്ല് നേടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. People seeking enter skilled job to become, for example, plumbers, electricians or iron workers are often required to undergo apprenticeship training. ഇതേപോലെ പ്ലംബേഴ്സ്, ഇലക്ട്രീഷ്യൻസ്, ഇരുമ്പ് പണിക്കാർ, ഇവരൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഈ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്ങിൽ പോകാറുണ്ട്. ഈച്ച് അപ്രന്റീസ് ഈസ് ഗിവൺ ടൈം പീരിയഡ് ടു പെർമിറ്റ് ലേണിംഗ് ഓഫ് ട്രേഡ് സ്കിൽ. അപ്പോൾ അവർക്ക് ഒരു സമയപരിധി കൊടുക്കും, ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ അത് പഠിക്കുക എന്നുള്ളത്. ആ സമയത്തിൻ്റെ ഉള്ളിൽ അവരെന്ത് ചെയ്യും, ആ മാസ്റ്റർ ട്രെയിനറുടെ കീഴിൽ നിന്ന് അത് പഠിച്ചെടുക്കും. അപ്പോൾ അതാണ് അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനി അതിൽ ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ മറ്റൊന്നാണ് കോച്ചിങ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഒരു കോച്ചിന്റെ കീഴിൽ, ഇവിടെ സ്ഥാപനത്തിലാവുമ്പോൾ ആരായിരിക്കും കോച്ച്, ഒരു സീനിയർ മാനേജർ ആയിരിക്കും. ഇൻ ദിസ് മെത്തേഡ് ദ സീനിയർ മാനേജർ ഗൈഡ് ആൻഡ് ഇൻസ്ട്രക്ട് ദ ട്രെയിനീസ് ആസ് എ കോച്ച്. അവിടെ ചിലപ്പോൾ ഒരാളോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ ട്രെയിനീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ സീനിയർ മാനേജറുടെ കീഴിൽ നിന്നുകൊണ്ട് അയാൾ എന്താണ്, അവരുടെ കോച്ചായിട്ട് മാറുന്നു. ദ കോച്ച് സെറ്റ്സ് മ്യൂച്വലി അഗ്രീഡ് അപ്പോൺ ഗോൾസ്, സജസ്റ്റ് ഹൗ ടു അച്ചീവ് ദീസ് ഗോൾസ്. എന്ത് ചെയ്യുന്നു, എല്ലാവർക്കും ഈ ഗോൾ എന്താണെന്നും അത് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, ഒരു ട്രെയിനിങ് കോച്ചായിട്ട് നിന്നുകൊണ്ട് മനസ്സിലാക്കി കൊടുക്കുന്നു. ദ കോച്ച് പീരിയോഡിക്കലി റിവ്യൂ ദ പ്രോഗ്രസ് ആൻഡ് സജസ്റ്റ് ചേഞ്ചസ് റിക്വയർഡ് ഇൻ ബിഹേവിയർ ആൻഡ് പെർഫോമൻസ് ഇഫ് എനി. ഓരോ ട്രെയിനിയുടെയും പിന്നെ പ്രവർത്തനത്തെ എന്ത് ചെയ്യുന്നു, പീരിയോഡിക്കലായിട്ട് റിവ്യൂ നടത്തുകയാണ്. എന്നിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് സജസ്റ്റ് ചെയ്യുന്നു.
Under this method, the trainee is being groomed to replace the senior manager and reduces his workload. ഈ കുറച്ച് കഴിയുമ്പോഴേക്കും ഈ ട്രെയിനി ആരായിട്ട് മാറാൻ കഴിയുന്നു, ഈ മാനേജറുടെ ജോബ് ചെയ്യാൻ തക്ക കഴിവുള്ള ഒരാളായിട്ട് മാറുകയും ആ മാനേജറുടെ വർക്ക് ലോഡ് കുറയ്ക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കോച്ചിങ്, ഒരു കോച്ചിന്റെ കീഴിൽ നിന്നുകൊണ്ട് ജോലി പഠിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രെയിനിങ് നേടുന്നതിനെയാണ് കോച്ചിങ് എന്ന് പറയുക. അപ്പോൾ ഇതൊക്കെ ഓൺ ദി ജോബാണ്, ജോബിൽ നിന്നുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഇന്റേൺഷിപ്പ് ട്രെയിനിങ്, കോളേജും സ്ഥാപനവും തമ്മിലുള്ള ടൈപ്പ് ഉണ്ടാക്കുക. ഇറ്റ് ഈസ് എ ജോയിന്റ് പ്രോഗ്രാം ഓഫ് ട്രെയിനിങ് ഇൻ വിച്ച് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ബിസിനസ് ഫേംസ് കോഓപ്പറേറ്റ്. ബിസിനസ് ഫേമും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും സഹകരിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഇന്റേൺഷിപ്പ് ട്രെയിനിങ്. സെലക്ടഡ് കാൻഡിഡേറ്റ്സ് ക്യാരി ഓൺ റെഗുലർ സ്റ്റഡീസ് ഫോർ എ പ്രിസ്ക്രൈബ്ഡ് പീരീഡ്. അവിടെ സെലക്ടഡ് കാൻഡിഡേറ്റ്, സെലക്ട് ചെയ്യപ്പെടുന്ന കാൻഡിഡേറ്റ് എന്ത് ചെയ്യുന്നു, റെഗുലർ സ്റ്റഡി അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ. ദേ ആൾസോ വർക്ക് ഇൻ സം ഫാക്ടറി ഓർ ഓഫീസ് ടു അക്വയർ പ്രാക്ടിക്കൽ നോളജ് ആൻഡ് സ്കിൽ. അതിന്റെ കൂടെ തന്നെ ഏതെങ്കിലും ഫാക്ടറിയിൽ അല്ലെങ്കിൽ ഓഫീസിൽ വർക്ക് ചെയ്യിക്കുകയും കൂടെയും ചെയ്തിട്ട് ഒരു പ്രാക്ടിക്കൽ നോളജ് നേടിയെടുക്കുന്നു. ഇത്തരത്തിലുള്ള ആ ട്രെയിനിങ് മെത്തേഡിനെയാണ് എന്തെന്ന് പറയാ, ഇന്റേൺഷിപ്പ് ട്രെയിനിങ് എന്ന് പറയാം. അടുത്ത ജോബ് റൊട്ടേഷൻ. ഞാൻ പറഞ്ഞു നേഴ്സിന്റെ കാര്യം ഇങ്ങനെ മാറ്റി മാറ്റി എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്ക് എടുക്കുമ്പോൾ ആ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ജോലി ചെയ്യാനുള്ള ഒരു കഴിവ് അയാൾ നേടിയെടുക്കുക. ദാറ്റ് ഈസ് കോൾഡ് ജോബ് റൊട്ടേഷൻ. നോക്കൂ, ഷിഫ്റ്റിംഗ് ദ ട്രെയിനി ഫ്രം വൺ ഡിപ്പാർട്ട്മെന്റ് ടു അനദർ ഓർ ഫ്രം വൺ ജോബ് ടു അനദർ ഈസ് നോൺ ആസ് ജോബ് റൊട്ടേഷൻ. ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെങ്കിൽ ഒരു ജോബിൽ നിന്ന് മറ്റൊരു ജോബിലേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് ജോബ് റൊട്ടേഷൻ എന്ന് പറയാം. ദിസ് ഹെൽപ് ദ ട്രെയിനി ടു ഗെയിൻ ബ്രോഡർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഓൾ ആസ്പെക്ട് ഓഫ് ദി ഓർഗനൈസേഷൻ. ആ സ്ഥാപനത്തെ കുറിച്ച് മൊത്തത്തിൽ മനസ്സിലാക്കാൻ ഈ ജോബ് റൊട്ടേഷൻ ആ ട്രെയിനിയെ സഹായിക്കുന്നു. The trainee gets opportunity to test his or her own aptitude and ability. ഈ ജോബ് റൊട്ടേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തിയുടെ കഴിവ്, താല്പര്യം എന്താണെന്നും കഴിവെന്താണെന്നും സ്വയം മനസ്സിലാക്കാൻ ആ ട്രെയിനിക്ക് സഹായിക്കുന്നു. ഇറ്റ് അലൗസ് ട്രെയിനീസ് ടു ഇന്ററാക്ട് വിത്ത് അതർ എംപ്ലോയീസ് ഫെസിലിറ്റേറ്റിംഗ് ഫ്യൂച്ചർ കോപ്പറേഷൻ എമംഗ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ആ സ്ഥാപനത്തിലെ മുഴുവൻ എംപ്ലോയീസുമായിട്ടും ഡിപ്പാർട്ട്മെന്റുമായിട്ടും അവിടെയുള്ള മറ്റു വർക്കേഴ്സുമായിട്ടൊക്കെ അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു, ഒരു കോഓപ്പറേഷൻ, ഒരു സഹകരണ മനോഭാവം ഉണ്ടാക്കിയെടുക്കാൻ അയാൾക്ക് സാധിക്കുന്നു. When employees are trained in this method, the organization find it easier at the time of promotion, replacement or transfers. അപ്പോൾ എംപ്ലോയീസിന് പ്രൊമോഷൻ കൊടുക്കേണ്ടി വരുമ്പോൾ, റീപ്ലേസ്മെന്റ് കൊടുക്കുമ്പോൾ, ട്രാൻസ്ഫർ കൊടുക്കുമ്പോൾ ആരാണ് അതിൽ ഏറ്റവും നല്ലത് എന്ന് ഈ ജോബ് റൊട്ടേഷൻ വഴി ഓരോരുത്തരുടെയും കഴിവും കാര്യങ്ങളും ആര് മനസ്സിലാക്കിയിട്ടുണ്ടാവും, ടോപ്പ് മാനേജ്മെന്റ് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, പ്രൊമോഷനും റീപ്ലേസ്മെന്റും ട്രാൻസ്ഫറും നടത്താൻ കഴിയും എന്നുള്ളതാണ് ഈ ജോബ് റൊട്ടേഷന്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതോടുകൂടി ഓൺ ദ ജോബ് ട്രെയിനിങ്, ജോലിയിൽ ഇരുത്തിക്കൊണ്ട് നൽകുന്ന ട്രെയിനിങ്ങിന്റെ മെത്തേഡുകൾ അവസാനിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് വെച്ചാൽ ജോലിയിലേക്ക് യഥാർത്ഥത്തിൽ പ്രവേശിപ്പിക്കുന്നതിന് മുന്നേ ഫാക്ടറിക്ക് പുറത്ത് വെച്ച് നൽകുന്ന ട്രെയിനിങ് മെത്തേഡുകളെയാണ് ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറയാം. അവിടെ ചിത്രം നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം, ആ തെരഞ്ഞെടുക്കപ്പെട്ട എംപ്ലോയീസിനെ എല്ലാവരെയും ഒരു ക്ലാസ്സിലിരുത്തി ട്രെയിനിങ് കൊടുക്കുക. അതിനെയാണ് ക്ലാസ് റൂം ലെക്ചേഴ്സ് അല്ലെങ്കിൽ കോൺഫറൻസ് എന്ന് പറയാം. ഈ ഇത്തരം മെത്തേഡ് എന്തിനു പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില റൂൾസുകൾ, പ്രൊസീജിയറുകൾ, ഇത്തരം കാര്യങ്ങൾ കൺവേ ചെയ്യാനാണ് ക്ലാസ് റൂം നല്ലത്. ഫിലിം ഷോ, നിങ്ങൾക്കറിയാം, ഫിലിം ഷോസ് ഉപയോഗിച്ചുകൊണ്ട് ട്രെയിനിങ് നൽകുന്നതിനെയാണ് ഫിലിംസ് എന്ന് പറയാം. പിന്നെ കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഒരു മാനേജറുടെ യഥാർത്ഥ സാഹചര്യത്തിലൂടെ ഉണ്ടാകുന്ന ഓരോ സംഭവ വികാസങ്ങളാണ് ഓരോ കേസായിട്ട് അവിടെ എടുക്കുക. ആ കേസുകൾ ട്രെയിനിക്ക് കൊടുത്തുകൊണ്ട് അതിനെ കുറിച്ച് പഠിക്കുകയും അതിന് സൊല്യൂഷൻ കണ്ടെത്തുകയും ചെയ്യുന്ന മെത്തേഡാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. പിന്നെ കമ്പ്യൂട്ടർ മോഡലിംഗ്, മാനുവലി നമുക്ക് യഥാർത്ഥ സാഹചര്യത്തിൽ കൊണ്ടുവരാൻ കഴിയാത്ത ട്രെയിനിങ് സാഹചര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം, കമ്പ്യൂട്ടർ മോഡലിങ്ങിലൂടെ കൊണ്ടുവരാൻ കഴിയും. അപ്പൊ അതൊരു ട്രെയിനിങ് മെത്തേഡാണ്. പിന്നെ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്, അത് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല, ഞാൻ അവിടെ വെച്ചിട്ട് പറയാം. പിന്നെ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ, ഒരു ടോട്ടാലിറ്റിയെ ചെറിയ ചെറിയ പ്രോഗ്രാമുകളാക്കി ചോദ്യവും ഉത്തരങ്ങളും കണ്ടെത്തി മൊത്തത്തിലേക്ക് ഒരു അവയർനെസ്സിലേക്ക് എത്തുന്ന ഒരു മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയാം. അപ്പോൾ ശരി, നമുക്കിനി ഓരോന്നോരോന്നായിട്ട് ഒന്നുകൂടി പറയാം. അപ്പോൾ നോക്കൂ, ക്ലാസ് റൂം ലെക്ചേഴ്സ്, ഞാനത് പെട്ടെന്ന് വായിച്ചു പോകുന്നേ ഉള്ളൂ. നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഇരുത്തി പറഞ്ഞ് പഠിപ്പിക്കുന്ന മെത്തേഡിനെയാണ് ക്ലാസ് റൂം ലെക്ചർ എന്ന് പറയാം. ദ ലെക്ചർ ഓർ കോൺഫറൻസ് അപ്രോച്ച് വിൽ അഡാപ്റ്റഡ് ടു കൺവേയിങ് സ്പെസിഫിക് ഇൻഫർമേഷൻ, റൂൾസ്, പ്രൊസീജിയർ ഓർ മെത്തേഡ്. ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞു, സ്പെസിഫിക് കൃത്യമായ ഇൻഫർമേഷൻ, റൂൾസ്, പ്രൊസീജിയർ, മെത്തേഡ് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനും മനസ്സിലാക്കാനാണ് ഈ മെത്തേഡുകൾ ഉപയോഗിക്കുന്നത്. ഈ ക്ലാസ് റൂമിൽ ഇരുത്തി പറഞ്ഞു ആ മെത്തേഡ് ഉപയോഗിക്കുന്നത്. The use of audio visuals or demonstration can often make a formal classroom presentation more interesting. ഈ ക്ലാസ് റൂം
പ്രസന്റേഷൻ എന്ത് ചെയ്യാന്ന് പറയുന്നത് അതിന്റെ കൂടെ ഓഡിയോ വിഷ്വൽസ് പ്രൊജക്ടർക്ക് വഴിയുള്ള ഓഡിയോ വിഷ്വൽസും കൂടി ആകുമ്പോൾ ഇത്തിരി കൂടി നല്ല രീതിയിലുള്ള എഫക്റ്റ് ക്ലാസ് റൂം ലെക്ചറിങ്ങിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് അവർ സജസ്റ്റ് ചെയ്യുന്നു. കാര്യം ശരിയല്ലേ, നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പൊ പണ്ട് ക്ലാസ്സിൽ വെറും ലെക്ചറിങ് മാത്രമായിരുന്നെങ്കിൽ ഇപ്പൊ ശൈലി മാറി. ഇപ്പൊ ലെക്ചറിങ്ങിനോട് കൂടി നിങ്ങൾക്ക് പിന്നെ പ്രൊജക്ടർ വഴി എന്ത് ചെയ്യുന്നു, ഇതേപോലെയുള്ള വീഡിയോസും കമ്പ്യൂട്ടർ മോഡലിങ്സും എല്ലാതും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമ്പോൾ നിങ്ങളുടെ അവയർനെസ് ഒന്നും കൂടി വർദ്ധിക്കുന്നു എന്നുള്ളത് അത് തീർച്ചയായിട്ടും ശരിയായിട്ടുള്ള കാര്യമാണ്. ഇനി ക്ലാസ് റൂം കഴിഞ്ഞാൽ അടുത്തത് ഓഫ് ദി ജോബ് ട്രെയിനിങ് ഫിലിം നിങ്ങൾ കണ്ടതാണ്, നിങ്ങളും അത്തരം ട്രെയിനിങ്ങിലൂടെ പോയതാണ്. ദേ ക്യാൻ പ്രൊവൈഡ് ഇൻഫർമേഷൻ ആൻഡ് explicitly demonstrate skills that are easily represented by other techniques. Used in conjunction with conference discussion, it is very effective method in certain cases. അപ്പോൾ ഇത് പിന്നെ എന്താ പറയാ, ഈ ഫിലിം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഷോസ് ആണ്. ശരിക്കും അവിടെ ജീവനക്കാർ പഠിക്കേണ്ടതായ അറിഞ്ഞിരിക്കേണ്ടതായ വിവരങ്ങൾ നൽകുന്നതിനും ആർജിക്കേണ്ടതായ ശേഷികൾ കാണിച്ചു കൊടുക്കുന്നതും ഫിലിം ഷോകൾ ഉപയോഗിക്കാവുന്നതാണ്. ഫിലിം ഷോ ഉപയോഗിച്ച് ജീവനക്കാർക്ക് വേണ്ട ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുക, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതോടുകൂടി തന്നെ പറയുന്നു, ക്ലാസ് റൂം ലെക്ചറുകളും കോൺഫറൻസുകളും സംഘടിപ്പിക്കുന്നതോടൊപ്പം ഈ ഒരു മാധ്യമത്തെ കൂടെ ഉപയോഗിക്കുന്നത് തീർത്തും ഫലപ്രദമാണ്. മുകളിൽ പറഞ്ഞ ക്ലാസ് റൂമിന്റെ കൂടെ ഈ ഫിലിംസും കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതെന്തായിട്ട് മാറും, അതാ പറഞ്ഞ യൂസ്ഡ് ഇൻ കൺജങ്ഷൻ വിത്ത് കോൺഫറൻസ് ഡിസ്കഷൻ. അവിടെ ക്ലാസ് റൂമിന്റെ കൂടെ തന്നെ എന്തും കൂടി ഉപയോഗപ്പെടുത്താം, ഈ ഫിലിംസും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്തിരി കൂടി എന്തായിട്ടുള്ള മാറും, അത് എഫക്റ്റീവായിട്ട് മാറും എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ രണ്ട് മെത്തേഡ്, ഒന്ന് മുകളിൽ പറഞ്ഞിരിക്കുന്നത് ലെക്ചർ മെത്തേഡ്, താഴെ പറയുന്നത് ഫിലിം ഷോ. ഇനി അടുത്ത മെത്തേഡ് കേസ് സ്റ്റഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആക്ച്വൽ സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന ഓരോ പ്രോബ്ലങ്ങളെയാണ് ഓരോ കേസുകൾ എന്ന് പറയാം. അപ്പോൾ ഒരു മാനേജർ അയാളുടെ ലൈഫിൽ അയാളുടെ പ്രാക്ടിക്കലി അയാൾ നേരിടുന്ന പല പ്രോബ്ലങ്ങളാണ് കേസുകളായിട്ട് എടുക്കുക. ആ കേസുകളാണ് ട്രെയിനീസിന് പിന്നെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ആ കേസ് പിന്നെ ട്രെയിനീസ് പഠിക്കുകയും അതിൻ്റെ പ്രോബ്ലങ്ങളെ അനലൈസ് ചെയ്യുകയും അതിന് ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ കണ്ടെത്തുകയും അതിൽ ഏറ്റവും നല്ല സൊല്യൂഷൻ എടുത്ത് അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുക. അതിലൂടെ അവർ പിന്നെ അറിവ് നേടുക എന്നുള്ളതാണ് കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത്. നോക്കൂ, ടേക്കൺ ഫ്രം ആക്ച്വൽ എക്സ്പീരിയൻസ് ഓഫ് ഓർഗനൈസേഷൻ, സ്ഥാപനത്തിലെ ആക്ച്വൽ എക്സ്പീരിയൻസിൽ നിന്ന്. കേസസ് റെപ്രസെന്റ് അറ്റംപ്റ്റ് ടു ഡിസ്ക്രൈബ് ആസ് accurately as possible real problem that manager have faced. ഒരു ഓർഗനൈസേഷനിലെ മാനേജേഴ്സ് ഫേസ് ചെയ്തിട്ടുള്ള പല പ്രോബ്ലങ്ങളാണ് അവിടെ എന്തായിട്ട് എടുക്കുന്നത്, കേസുകളായിട്ട് എടുക്കുന്നത്. Trainees study the cases to determine problems, analyze causes, develop alternative solutions, select what they believe to the best solution and implement it. ഈ ഓരോ കേസും ട്രെയിനി പഠിക്കുകയും എന്താണ് അതിനുള്ള പ്രശ്നമെന്നും അതിൻ്റെ കാരണങ്ങളെ വിശകലനം ചെയ്യുകയും അതിന് ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് കണ്ടെത്തുകയും അതിന് ബെസ്റ്റ് സൊല്യൂഷൻസ് തിരഞ്ഞെടുക്കുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക, അതിലൂടെ അറിവ് നേടുക എന്നുള്ളതാണ് കേസ് സ്റ്റഡി മെത്തേഡ് ട്രെയിനിങ് ആയിട്ട് പറയുന്നത്. നിങ്ങളൊക്കെ ഇനി ഹയർ സ്റ്റഡീസിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് കേസ് സ്റ്റഡികളൊക്കെ തരും, നിങ്ങളത് പഠിക്കേണ്ടി വരും. ഇപ്പോൾ BA ട്രെയിനിങ്ങിനൊക്കെ കേസ് സ്റ്റഡികളൊക്കെ കിട്ടാറുണ്ട്. ഇനി നിങ്ങൾ ഉയർന്ന തലങ്ങളിലേക്ക് പഠിച്ചു വരുമ്പോൾ കേസ് സ്റ്റഡിയൊക്കെ അവിടെ ഒരു മെത്തേഡായിട്ട് ഉപയോഗിക്കാറുണ്ട്. കമ്പ്യൂട്ടർ മോഡലിംഗ് നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഒരു ബിൽഡിംഗ് എങ്ങനെ പൊളിച്ചിടാം എന്ന് പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കൊരു ബിൽഡിംഗ് പൊളിച്ച് നോക്കാനോ അത് ആക്ച്വലി പൊളിച്ച് കാണാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ നമുക്കത് എന്ത് ചെയ്യാം, ഒരു കമ്പ്യൂട്ടറിലൂടെ അത് ചെയ്യാം. ഒരു ആറ്റം ബോംബ് എങ്ങനെയായിരിക്കും പൊട്ടുക, അതിന്റെ എഫക്ട് എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഒരു ആറ്റം ബോംബ് കൊണ്ടുപോയി പൊട്ടിച്ചിട്ട് അതിന്റെ എഫക്ട് നോക്കുന്നതിനേക്കാൾ നല്ലത് അത് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് മോഡൽ ഉണ്ടാക്കി നമുക്കതിന്റെ ആക്ച്വൽ റിസൾട്ട് ആ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയും. അപ്പൊ അത്തരത്തിലുള്ള ഒരു കമ്പ്യൂട്ടർ മോഡലിംഗ് ഉപയോഗിച്ച് കൊണ്ട് കൊടുക്കുന്ന ട്രെയിനിങ്ങിനെയാണ് കമ്പ്യൂട്ടർ മോഡലിംഗ് എന്ന് പറയാം. നമുക്ക് ഇറ്റ് സ്റ്റിമുലേറ്റ് ദ വർക്ക് എൻവയോൺമെന്റ് ബൈ programming a computer to imitate some of the realities of the job and allows learning to take place without the risk of high cost that would be incurred if a mistake were made in real life situation. അപ്പോൾ നോക്കൂ, കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ സഹായത്തോടു കൂടി തൊഴിലിന്റെ യഥാർത്ഥത്തെ അനുകരണമാക്കിയെടുക്കുന്നു. ഇതിലൂടെ പഠനം സാധ്യമാകുന്നു. അതിനാൽ യഥാർത്ഥ ജീവിത സാഹചര്യത്തിൽ സംഭവിക്കാവുന്ന തെറ്റുകൾ വഴി വന്നേക്കാവുന്ന നഷ്ടസാധ്യതകളും ചെലവുകളും ഒഴിവാക്കപ്പെടുന്നു. അതാണ് കമ്പ്യൂട്ടർ മോഡലിംഗ് എന്ന് പറയുന്നത്. അടുത്തത് കേസ് സ്റ്റഡിയുടെ ഒരു ഇതാണ് കണ്ടത്, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് കുട്ടികൾ കേൾക്കുക. കാരണം ഈ വെസ്റ്റിബ്യൂൾസ് ട്രെയിനിങ് അല്ലെങ്കിൽ വെസ്റ്റിബ്യൂൾ സ്കൂൾ എന്ന് പറയും, അതെന്ത് എന്ന് പലതവണ പരീക്ഷയ്ക്ക് 2 മാർക്കിനൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. വെസ്റ്റിബ്യൂൾ സ്കൂൾ അല്ലെങ്കിൽ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ വെച്ചാൽ വളരെ സിമ്പിളാണ്.
ഇതൊരു ഓഫ് ദ ജോബ് ട്രെയിനിങ് ആണെന്ന് പറയുന്നത് വെച്ചാൽ അത് എവിടെ ആയിരിക്കില്ല, യഥാർത്ഥ വർക്ക് പ്ലേസിലായിരിക്കില്ല. എന്നാൽ എങ്ങനെയായിരിക്കും ഒരു സ്കൂൾ അല്ലെങ്കിൽ ഒരുപാട് എംപ്ലോയീസിന് ഒരു സ്കിൽഡ് അല്ലെങ്കിൽ മെഷീൻസ് മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു പണി പഠിപ്പിക്കാൻ വേണ്ടി ഒരു ഫാക്ടറിയിൽ എങ്ങനെയാണോ അതിന് അത്തരം റിയൽ എക്യുപ്മെന്റുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്കൂളും ആ സ്കൂൾ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് പ്ലേസ്, ആ ട്രെയിനിങ് പ്ലേസിൽ ഈ എക്യുപ്മെന്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പഠനം നേടിയെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ അത്തരം ട്രെയിനിങ്ങിനെയാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറയുക. അതായത് അനേകം ആൾക്കാരെ ഒരേ തരം ജോലി ഒരേ സമയം പഠിപ്പിക്കേണ്ടി വരുമ്പോൾ സ്വീകരിക്കുന്ന ഒരു പരിശീലന രീതിയാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. യഥാർത്ഥ ജോലി സ്ഥലത്തിന്റെ അന്തരീക്ഷം പോലെ ക്ലാസ് മുറി തയ്യാറാക്കുന്നു. അതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനം. യഥാർത്ഥ ജോലി സ്ഥലത്തിന്റെ അന്തരീക്ഷം പോലെ ക്ലാസ് മുറി സജ്ജമാക്കുന്നു. ജോലിക്കാർ അതേ യന്ത്രങ്ങളും ഉപകരണങ്ങളും ഉപയോഗിക്കുന്നു. ഇത് ചെലവേറിയ രീതിയാണ്. സങ്കീർണമായ യന്ത്രസാമഗ്രികൾ കൈകാര്യം ചെയ്യേണ്ട സാഹചര്യത്തിലാണ് ഈ രീതി ഉപയോഗിക്കുന്നത്. നോക്കൂ, എംപ്ലോയീസ് ലേൺ their jobs on the equipment they will be using, but the training is conducted away from the actual work floor. ഒരു ആക്ച്വൽ വർക്ക് ഫ്ലോറിൽ നിന്ന് മാറി ആ ആക്ച്വൽ വർക്ക് ഫ്ലോറിലെ അതേ മെഷീനറികളും മറ്റ് എക്യുപ്മെന്റുകളും ഉപയോഗിച്ചുകൊണ്ട് ട്രെയിനിങ് നേടിയെടുക്കുക. അപ്പോൾ നോക്കൂ, ആക്ച്വൽ വർക്ക് എൻവയോൺമെന്റ് ആർ ക്രിയേറ്റഡ് ഇൻ എ ക്ലാസ് റൂം. ഒരു ക്ലാസ് റൂമിൽ ഒരു ആക്ച്വൽ വർക്ക് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. ആൻഡ് എംപ്ലോയീസ് യൂസ് ദ സെയിം മെറ്റീരിയൽ, ഫയൽസ് ആൻഡ് എക്യുപ്മെന്റ്. അവിടെ ഫാക്ടറിയിൽ അല്ലെങ്കിൽ ഓഫീസിൽ ഉപയോഗിക്കുന്ന സെയിം മെറ്റീരിയൽ ആയിരിക്കും ഈ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കുക. ദിസ് ഈസ് യൂഷ്വലി ഡൺ. സെയിം മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒരേ അവിടെയുള്ള സാധനം ഇവിടെ കൊണ്ടുവരാന്നല്ല, അതേപോലത്തെ സാധനം എന്നാണ് ഉദ്ദേശിച്ചത്. ഒരേപോലത്തെ മെഷീനറി, ഒരേപോലത്തെ ഫയലുകൾ, ഇതെല്ലാം ഈ ക്ലാസ് റൂമിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. This is usually done when employees are required to handle sophisticated machinery and equipment. ഈ തരത്തിൽ സാധാരണ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് അഡ്വാൻസ്ഡ് മെഷീനറി എക്യുപ്മെന്റ്സും ഉപയോഗിക്കേണ്ട സാഹചര്യത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇനി ലാസ്റ്റ് മെത്തേഡ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. ഞാൻ ആദ്യം മലയാളത്തിൽ വായിക്കാം, നിങ്ങൾ നോക്കൂ. ചില പ്രത്യേക ശേഷികളോ പൊതുവായ അറിവോ നേടിയെടുക്കുന്നതിന് മുൻകൂട്ടി ചിട്ടപ്പെടുത്തിയ രീതിയിലൂടെ നേടിയെടുക്കുന്ന വിദ്യയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതിനുശേഷം സൗകര്യപ്രദമായ യൂണിറ്റുകളായി വിവരങ്ങൾ ഭാഗിക്കപ്പെടുന്നു. കൃത്യമായ യുക്തിയോടുകൂടി ക്രമപ്പെടുത്തുന്ന ഈ അറിവുകളെ ഒരു പഠന പാക്കേജായി രൂപപ്പെടുത്തുന്നു. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകലും പൂരിപ്പിച്ചെഴുതലും വഴി പരിശീലനം നേടുന്ന ഒരു വ്യക്തി മേൽപ്പറഞ്ഞ യൂണിറ്റുകളിലൂടെ യഥാക്രമത്തിൽ കടന്നുപോകുന്നു. അപ്പോൾ നോക്കൂ, ദിസ് മെത്തേഡ് ഇൻകോർപ്പറേറ്റ് എ പ്രീ അറേഞ്ച്ഡ് ആൻഡ് പ്രൊപ്പോസ്ഡ് അക്വിസിഷൻ ഓഫ് സം സ്പെസിഫിക് സ്കിൽ ഓർ ജനറൽ നോളജ്. ചില പ്രത്യേക കഴിവുകളും ഒരു പൊതുവായ അറിവുകളും നേടിയെടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണിത്. ഇൻഫോർമേഷൻ ഈസ് ബ്രോക്കൺ ഇൻ ടു മീനിങ് യൂണിറ്റ്. ഒരു ടോട്ടൽ ഇൻഫോർമേഷനെ പല യൂണിറ്റുകളായിട്ട് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്ത് വെക്കുന്നു. ആൻഡ് ദീസ് യൂണിറ്റ് ആർ അറേഞ്ച്ഡ് ഇൻ എ പ്രോപ്പർ വേ. ഒരു പ്രോഗ്രാം പോലെ ഈ ഓരോ യൂണിറ്റിനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നു. ടു ഫോം ലോജിക്കൽ ആൻഡ് സീക്വൻഷ്യൽ ലേണിംഗ് പാക്കേജ്. അത് ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു ലേണിംഗ് പാക്കേജ് പോലെ അറേഞ്ച് ചെയ്യുന്നു. ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ്. ഈ ലളിതമായതിൽ നിന്ന് എന്താ പറയുക, കോംപ്ലക്സ് ആയത് സങ്കീർണതയിലേക്ക് എന്നുള്ള രൂപത്തിലായിരിക്കും അത് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കാം. The training goes through these unit. ട്രെയിൻ എന്ത് ചെയ്യണം, ഈ സിമ്പിൾ ആയിട്ടുള്ള ഓരോ യൂണിറ്റ് അതിലൊക്കെ ഇൻഫർമേഷൻ ആയിരിക്കും. ആ ഇൻഫർമേഷനിൽ ചോദ്യങ്ങൾ പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇതെല്ലാം ഉൾപ്പെടുത്തി ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി പൂരിപ്പിച്ച് അതിലൂടെ അറിവ് നേടി അടുത്തതിലേക്ക് പോയി, അങ്ങനെ അടുത്തതിലേക്ക് പോയി, അങ്ങനെ സിമ്പിളിൽ നിന്ന് കോംപ്ലക്സിലേക്ക് മുഴുവൻ പോയി കഴിയുമ്പോഴേക്കും ആ വ്യക്തിക്ക് വേണ്ട ട്രെയിനിങ് എന്ത് ചെയ്യുന്നു, ആ പ്രോഗ്രാമിന്റെ ഇൻസ്ട്രക്ഷനിലൂടെ നേടിയെടുക്കാൻ കഴിയുന്നു. The training goes through these units by answering questions or filling the blanks. അപ്പോൾ ഇതാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുക. അപ്പോൾ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ആണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ പിന്നെ എന്താ പറയുക സ്റ്റാഫിംഗ് എന്നുള്ള ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ഞാൻ ഒട്ടുമിക്ക ഏരിയയും കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വീഡിയോ ആകുമ്പോൾ അതിൻ്റെതായ പരിമിതികൾ ഉണ്ടായിരിക്കും. നമുക്കൊരു ക്ലാസ് റൂം സിറ്റുവേഷനിൽ നിങ്ങളോട് ഡയറക്റ്റ് ഞാൻ എന്ത് ചെയ്യുകയാണ്, നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ കഴിയും, പിന്നെ നിങ്ങളോട് പുറമെ ഇൻ്ററാക്ട് ചെയ്യാൻ കഴിയും. പക്ഷേ ഒരു വീഡിയോയിൽ എനിക്ക് ആ സ്പെസിഫിക് ആ ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രമേ പറയാൻ കഴിയൂ. അപ്പോൾ അതിൻ്റെ ഒരു പരിമിതി ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, പിന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണുക, അത് കേൾക്കുക. അതിൻ്റെ കൂടെ ഞാൻ സ്റ്റഡി മെറ്റീരിയൽസ് അയച്ചു തരാം, നിങ്ങൾ വായിച്ചു നോക്കുക.
എന്നിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുകയാണ് പിന്നെയും ഡൗട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൾ ചെയ്യാം. ഞാൻ നിങ്ങൾക്കത് കൂടുതൽ സിമ്പിൾ ലാംഗ്വേജിൽ ഞാൻ നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുകയും ചെയ്യാം. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഇതോടുകൂടി എന്ത് ചെയ്യാണ്, സ്റ്റാഫിംഗ് എന്നുള്ള ചാപ്റ്റർ തീരാണ്. അപ്പോൾ ഇതിൽ ലാസ്റ്റ് പഠിപ്പിച്ച വെസ്റ്റിബ്യൂൾ സ്കൂളാണ് അവിടെ കണ്ടത്. അവിടെ ഒരു പിന്നെ ഷിപ്പിലാണെന്നാണ് തോന്നുന്നത്, ഒരു എന്താ പറയുക, കടലിൻ്റെ അടിയിൽ കപ്പലിൽ ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു സ്കൂള് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ താഴെ ഒരു പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷനാണ്. 1 2 3 4 5 ഒരു ടോട്ടൽ ഇൻഫർമേഷൻ എന്ത് ചെയ്തിരിക്കുകയാണ്, ചെറിയ ചെറിയ പീസുകളാക്കി ചെറിയ ഇതാക്കി സിമ്പിളിൽ നിന്ന് കോംപ്ലക്സിലേക്ക് എത്തുന്ന രൂപത്തിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. ഓരോ ഫ്രെയിമിലൂടെയും ഒരു ട്രെയിനിൽ കടന്നു പോകുമ്പോൾ അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ അയാൾ കണ്ടെത്തി കഴിയുമ്പോൾ ഏറ്റവും അവസാനത്തിനോട് കൂടി അയാൾക്ക് എന്ത് ചെയ്യുന്നു, അയാൾക്ക് ആ ട്രെയിനിങ്ങിൻ്റെ ടോട്ടൽ കണ്ടന്റിലേക്ക് അയാൾക്ക് എത്താൻ കഴിയുന്നു. അതാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. അപ്പം ഇനി എന്ത് ചെയ്യണം, ഇതോടുകൂടി ഈ ചാപ്റ്റർ തീർന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡയറക്റ്റിംഗ് എന്നുള്ള ചാപ്റ്ററാണ്. അതൊന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.